everyone, ഇനി നമുക്കൊരു പുതിയ ചാപ്റ്റർ പഠിച്ചാലോ. സോ വെൽക്കം ടു എക്സാം പോയിന്റ്. ഇന്ന് നമ്മൾ പ്ലാറ്റ്ഫോമിൽ നോക്കാൻ പോകുന്നത് +1 കമ്പ്യൂട്ടർ സയൻസിന്റെ 4th ചാപ്റ്റർ ആണ്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ഓക്കെ, അപ്പോൾ മിസ് ഈ ഒരു ചാപ്റ്ററിന്റെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മാക്സിമം പബ്ലിഷേഴ്സിന്റെ എക്സാം പോയിന്റ് എന്ന ഗൈഡിൽ നിന്നാണ്. ഈ ഒരു ഗൈഡ് നിങ്ങൾക്കും റെഫർ ചെയ്യാവുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സിന്റെ നോട്ട്സും സാമ്പിൾ പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതോടെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് +1 നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പഠിക്കാനുള്ളതെന്ന് അറിയോ? C++ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ കുറച്ച് ബേസിക് ഒക്കെ പഠിച്ചല്ലേ, കുറച്ച് തിയറി ഒക്കെ പഠിച്ചു, കുറച്ച് ഹിസ്റ്ററി ഒക്കെ പഠിച്ചു. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത് നേരെ പ്രോഗ്രാമിങ്ങിലേക്കാണ്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നേരെ നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാൻ തന്നു കഴിഞ്ഞാൽ ശരിയാവോ? നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസിക് അറിഞ്ഞിരിക്കണ്ടേ? അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നറിയണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം. നമ്മുടെ മെയിൻ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോടിച്ചിട്ട് നോക്കിയിട്ട് വരാം. ഓക്കെ, എന്താണ് പ്രോബ്ലം സോൾവിങ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ്? കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? ചെറിയൊരു കാര്യമാണ്, നമ്മളത് അവിടെ പറയും. അത് കഴിഞ്ഞ് എന്താ അപ്രോച്ചസ് ഇൻ പ്രോബ്ലം സോൾവിങ്. ഓക്കെ, മിസ് ആദ്യമേ പറഞ്ഞില്ലേ, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ അതിന് 2 മെത്തേഡ് ഉണ്ട്, ടോപ്പ് ഡൗൺ ഡിസൈനും ബോട്ടം അപ്പ് ഡിസൈനും. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്. അവിടെ നമ്മൾ കുറച്ച് ഫേസസ് പഠിക്കും. എന്തൊക്കെയാണ്? പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്, കോഡിംഗ് ദ പ്രോഗ്രാം, ട്രാൻസ്ലേഷൻ, ഡീബങ്കിങ്, എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. ഇത്രയും ഫേസസ് ഉണ്ട്. പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഓരോന്ന് എന്താണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞുതരാം. ദെൻ പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് അൽഗോരിതം. ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്താലോ. പ്രോബ്ലം സോൾവിങ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? അതിനൊരു ഇന്റലിജൻസ് ഉണ്ടോ? ഇല്ല. നമുക്ക് ഹ്യൂമൻ ബീങ് ഉള്ള പോലെ ഒരു ഇന്റലിജൻസ് നമുക്ക് കമ്പ്യൂട്ടറിന് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നോ അതിനെ ബേസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എ കമ്പ്യൂട്ടർ ക്യാൻ സോൾവ് പ്രോബ്ലംസ് ഓൺലി വെൻ വി ഗീവ് ഇൻസ്ട്രക്ഷൻസ് ടു ഇറ്റ്. നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്പ്യൂട്ടറിന് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. It has no intelligent quotient, hence they are slaves and human beings are the masters. കണ്ടോ, നമ്മൾ പറയുന്ന അനുസരിക്കുന്ന ഒരു സ്ലേവ് ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? കമ്പ്യൂട്ടേഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് കാൺ ടേക്ക് ഇറ്റ്സ് ഓൺ ഡിസിഷൻ. അതിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്ത പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യണം? നമ്മളൊരു പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ അതിന് കൊടുക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി എന്താ അപ്രോച്ചസ് ഇൻ പ്രോബ്ലം സോൾവിങ്? മിസ് ആദ്യമേ പറഞ്ഞല്ലേ, നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഏതൊക്കെ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. അതിന് പല അപ്രോച്ചസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് ഒരു വയറുവേദന വന്നെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ, മരുന്ന് വാങ്ങിക്കണ്ടേ? അപ്പം നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പം നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അലോപ്പതി വേണമെങ്കിൽ കാണിക്കാം, ആയുർവേദം കാണിക്കാം, ഹോമിയോപ്പതി കാണിക്കാം അല്ലേ? 3 എടുത്ത് ചെന്നാലും നമുക്ക് ഒരേ സൊല്യൂഷൻ അല്ലേ കിട്ടുക? അതായത് നമ്മുടെ വയറുവേദനക്കുള്ള അത് മാറ്റാനുള്ള മെഡിസിൻ അല്ലേ കിട്ടുക? ഓക്കെ, അപ്പം ഫൈനൽ റിസൾട്ട് വരുന്നത് സെയിം ആണ്, പക്ഷെ നമുക്ക് 3 രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും അല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ പ്രോഗ്രാമിങ്ങിന്റെ കേസിലും വരുന്നത്. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാൻ പല അപ്രോച്ചസ് ഉണ്ട്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ 2 അപ്രോച്ചസ് ആണ് പഠിക്കുന്നത്, ടോപ്പ് ഡൗൺ ഡിസൈൻ ആൻഡ് ബോട്ടം അപ്പ് ഡിസൈൻ. ഓക്കെ, അപ്പൊ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലാർജർ പ്രോഗ്രാംസ് ആർ ഡിവൈഡഡ് ഇൻടു സ്മോളർ വൺസ് ആൻഡ് സോൾവ് ഈച്ച് ടാസ്ക് ബൈ പെർഫോമിംഗ് സിംപ്ലർ ആക്ടിവിറ്റീസ്. ദിസ് കോൺസെപ്റ്റ് ഈസ് നോൺ ആസ് ടോപ്പ് ഡൗൺ ഡിസൈൻ. എന്താണ്? ലാർജ് പ്രോബ്ലത്തിനെ നമ്മൾ ചെറിയ ചെറിയ സിമ്പിൾ പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ അത് സോൾവ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത്. ടോപ്പ് ഡൗൺ നോക്കിക്കേ, ടോപ്പ് എന്ന് പറയുമ്പോഴേക്കും ടോപ്പിൽ വലിയൊരു പ്രോബ്ലം ഉണ്ടാകും. ഡൗൺ താഴേക്ക് നമുക്ക് എന്തൊക്കെയാ ആ ഒരു പ്രോബ്ലത്തിനെ ചെറുതാക്കിയിട്ട് നമ്മളത് പെർഫോം ചെയ്തു. ക്ലിയർ ആണല്ലോ എന്താണ് ടോപ്പ് ഡൗൺ ഡിസൈൻ എന്നുള്ളത്? ഓക്കെ അല്ലേ? മിസ് ഒരു എക്സാമ്പിളിലൂടെ ഇതൊന്ന് ക്ലിയർ ആക്കി തരാം. ഇപ്പം നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ഒരു വീട് വരയ്ക്കാമെന്ന് വിചാരിക്കും. അപ്പം എന്താ ചെയ്യുക? ആദ്യം നിങ്ങളൊരു ഔട്ട്ലൈൻ വരയ്ക്കും, അതിനുശേഷം ഒരു ചിമ്മിണി വരയ്ക്കും, ഡോറ് വരയ്ക്കും, വിൻഡോസ് വരയ്ക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു ഡോറ് വരയ്ക്കാൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം ഒരു റെക്റ്റാങ്കിൾ, പിന്നെ അതിനൊരു ഷെയ്ഡൊക്കെ കൊടുത്ത് ഹാൻഡിൽ വരയ്ക്കും. ഇനി വിൻഡോസ് ആണെങ്കിലോ, വിൻഡോസിനും ഇതുപോലൊരു ബോക്സ് വരയ്ക്കും, അതിൽ നിങ്ങൾ ഷെയ്ഡ് കൊടുക്കും, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ലൈൻസ് ഒക്കെ വരയ്ക്കും അല്ലേ? അങ്ങനെയാണ് വിൻഡോ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ പ്രോഗ്രാം എന്താണ്? വീട് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നിങ്ങൾ സബ്ബായിട്ട് ഡിവൈഡ് ചെയ്തല്ലേ അതിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. കണ്ടോ, മെയിൻ പ്രോഗ്രാമിനെ നമ്മൾ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി
ബോട്ടം അപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നേരെ തിരിച്ച്. അതായത് നമ്മുടെ മെയിൻ പ്രോഗ്രാമിന്റെ ആ ഒരു സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചെറിയ പ്രോഗ്രാംസ് നമ്മുടെ താഴെയുള്ള മോഡ്യൂൾസിനൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് മെയിൻ മോഡ്യൂളിന്റെ സൊല്യൂഷൻ കിട്ടുള്ളൂ. The solution for the main module will be developed only after designing specific solutions to its modules. കണ്ടോ, നേരെ തിരിച്ച് ബോട്ടം താഴേന്ന് തുടങ്ങണം, എന്നാലേ നമുക്ക് ഫൈനലിൽ കിട്ടുള്ളൂ. This style of approach is known as bottom up design for problem solving. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ രണ്ട് രീതിയുണ്ട് അല്ലേ. ഏതാണ്, ടോപ്പ് ഡൗൺ ഉണ്ട്, അതുപോലെ തന്നെ ബോട്ടം അപ്പ് ഉണ്ട്. ഈ രണ്ട് അപ്രോച്ചസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ ആണല്ലോ രണ്ടെണ്ണം എന്താണെന്നുള്ളത്? ഓക്കെ അല്ലേ? അടുത്തത് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ ആ ഫേസസ് ഏതൊക്കെയാന്നുള്ള പേരുകൾ നമുക്ക് ആദ്യം നോക്കാം. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, കോഡിംഗ് ദ പ്രോഗ്രാം, ട്രാൻസ്ലേഷൻ, ഡീബഗ്ഗിംഗ്, എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് ഫൈനലി ഡോക്യുമെന്റേഷൻ. ഇത്രയും ഈ 7 ഫേസസ് ആണ് നമുക്ക് പ്രോഗ്രാമിംഗിൽ വരുന്നത്. ഓക്കെ, ഇതെന്താന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കി, ഇവിടെ നമുക്കൊരു ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. ഇപ്പം നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു വർക്ക് കിട്ടുകയാണെന്ന് വിചാരിക്കുക. എന്താണ് വർക്ക് കിട്ടുന്നത്? ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഒരു കസ്റ്റമറിന് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ കസ്റ്റമറിന്റെ ആവശ്യമില്ലേ, എന്താണ്, എങ്ങനെയാണ് അവർക്ക് വേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് വേണ്ടത് എന്നുള്ള അവരുടെ ആവശ്യം, അതാണ് നമ്മുടെ ആ ഒരു പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്, എന്താണ് അവരുടെ നീഡ്, അത് നമ്മൾ അറിയുന്നു, അത് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ആ ഒരു സ്റ്റെപ്പാണ് നമ്മുടെ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വരുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് എന്താ വരുന്നത്, അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ടാവും, അൽഗോരിതം നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ടാവില്ല അല്ലേ. ഓക്കെ, അപ്പോൾ അൽഗോരിതം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ആ ഒരു പ്രോബ്ലം അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതുന്നതിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു പിക്ചർ ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അൽഗോരിതം ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കസ്റ്റമറിന് ഇത് നമ്മൾ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവർ അത് ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. എന്ത്, പ്രോഗ്രാം കോഡിങ്. കണ്ടോ, പ്രോഗ്രാം നമുക്ക് കോഡ് ചെയ്യണ്ടേ. അപ്പം നമ്മൾ ഓരോ ഐഡിയ ഇല്ലാണ്ട് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ? ചിലപ്പോൾ ഇപ്പോൾ അവർക്ക് അത് ഇങ്ങനെയെല്ലാം വേണ്ടിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ചെയ്തത് വെറുതെ ആവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം അൽഗോരിതം ഫ്ലോ ചാർട്ടും കാണിച്ച് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവർക്ക് അത് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിലേക്ക് പോകും, പ്രോഗ്രാം കോഡിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ കോഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറേ ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ C++, ജാവ, ഇതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ കോഡ് ചെയ്യും. പക്ഷേ ഈ ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവോ? ഇല്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്താ, മെഷീൻ ലാംഗ്വേജ്, ബൈനറി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, അതിലേക്ക് അതിന് മാറ്റണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ആ ഒരു പ്രൊസീജിയർ വരുന്നത്. നമ്മൾ ആ കോഡ്, നമ്മൾ എഴുതിയ കോഡിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റുകൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ, എറേഴ്സ് വരും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഡീബഗ് ചെയ്യും. ഓക്കെ, ഡീബഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റുകൾ തിരുത്തുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യുക അല്ലേ. ഓക്കെ, ഇനി ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് വരാത്ത തെറ്റുകൾ ചിലപ്പോൾ എക്സിക്യൂഷൻ്റെ സമയത്ത് വരാം, ചാൻസ് ഇല്ലേ. ഓക്കെ, അപ്പം അങ്ങനെയുള്ളത് എന്ത് ചെയ്യും, വീണ്ടും ഡീബഗ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്നിട്ട് ഫൈനലി അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഡോക്യുമെന്റേഷൻ. അതായത് എന്താ, നമ്മൾ തിരിച്ചത് യൂസറിന്റെ കയ്യിലേക്ക് തിരിച്ച് നമ്മുടെ കസ്റ്റമറിന് തിരിച്ചു കൊടുക്കുകയാണ് വിത്ത് ഡോക്യുമെന്റേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 7 ഫേസസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള ക്ലിയർ ആണല്ലോ. എന്താണ്, ഫസ്റ്റ് നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യും, അതിനുശേഷം നമ്മൾ അതിൻ്റെ അൽഗോരിതം ഫ്ലോ ചാർട്ട് ഉണ്ടാക്കും, അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, നമ്മൾ പ്രോഗ്രാം കോഡ് ചെയ്യും അല്ലേ, കോഡ് ചെയ്യും, അത് കഴിഞ്ഞ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരു ഡീബഗിങ്ങിൻ്റെ പ്രൊസീജിയർ വരും, ദെൻ ഫൈനലി ഡോക്യുമെന്റേഷൻ. ഇത്രയാണ് ഓവറോൾ നമ്മുടെ ഈ ഫേസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ അല്ലേ. ഓക്കെ, ഒരു പ്രോബ്ലം നമ്മൾ ആദ്യം അനലൈസ് ചെയ്യും, അതിനുശേഷം എന്ത് ചെയ്യും, ഡ്യൂറിങ് ദിസ് ഫേസ് വി ക്യാൻ ഐഡന്റിഫൈ ദി ഡേറ്റ ഇൻവോൾവ് ഇൻ പ്രോസസ്സിംഗ്, ഇറ്റ്സ് ടൈപ്പ് ആൻഡ് ക്വാണ്ടിറ്റി, ഫോർമുല ടു ബി യൂസ്ഡ്, ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആൻഡ് ഔട്ട്പുട്ട് ടു ബി ഒബ്റ്റെയിൻഡ്. എന്താണ്, നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യും. അപ്പോൾ നമുക്കത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റാസ് എന്തൊക്കെയാണ്, അതിൻ്റെ ടൈപ്പ് എന്താണ്, അതിൻ്റെ ക്വാണ്ടിറ്റി, പിന്നെ എന്തൊക്കെ ഫോർമുലാസ് നമുക്ക് യൂസ് ചെയ്യണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് അവിടെ ചെയ്യണം, ഫൈനലി നമുക്ക് എന്താണ് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഈ ഒരു ഫസ്റ്റ് ഫേസായ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ഫേസിലാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി സെക്കൻഡ് ഫേസ് വരുന്നതാണ് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ് ഈ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, എന്തിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്,
ഡെവലപ്പ് എ പ്രിസൈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് ദ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ, അതാണ് ഈ ഒരു അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളൊരു ഓംലെറ്റ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ആദ്യം തന്നെ ഒരു എഗ്ഗ് എടുക്കും, എന്നിട്ട് നിങ്ങൾ അതൊരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിക്കും. ദെൻ നിങ്ങൾ എന്ത് ചെയ്യും? ചോപ്ഡ് ഓണിയൻസും അതുപോലെ ഗ്രീൻ ചില്ലി, സോൾട്ട്, ഇതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യും. ദെൻ ഒരു പാൻ വെച്ചിട്ട് നിങ്ങൾ അതിൽ ഓയിൽ തേച്ച് അത് ചൂടായി കഴിയുമ്പോഴേക്കും ഈ ഒരു മിക്സ്ചർ ഒഴിച്ച് ഒരു സൈഡ് ചൂടായി കഴിഞ്ഞ് പിന്നെ അത് മറിച്ചിട്ട് അതും ഫ്രൈ ആയി കഴിഞ്ഞ് നിങ്ങളത് പ്ലേറ്റിലേക്ക് മാറ്റും. ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അല്ലേ? പക്ഷെ ഇത് ക്ലിയർ ആണോ? കാരണം ഇപ്പം നമ്മൾ ഈ ഒരു പ്രൊസീജിയർ പറയുമ്പം ഇവിടെ നമ്മുടെ ഇൻപുട്സ്, അതായത് നമ്മൾ ഇടുന്ന സാധനങ്ങൾ അത് പ്രിസൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പം ഇത് ഓരോരുത്തർ സെയിം പ്രൊസീജിയർ ഓരോരുത്തർ ചെയ്യുമ്പം ഒരേപോലെ ആയിരിക്കുമോ കിട്ടുക? ഇല്ല അല്ലെ, എടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് കിട്ടുന്ന ഓംലെറ്റിന്റെ ഷേപ്പ് തന്നെ പലരുടെയും പലതായിരിക്കും അല്ലെ. അപ്പം നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുമോ? ഇല്ല. അപ്പം ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. അൽഗോരിതം എന്ന് പറയുമ്പോഴേക്കും അവിടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓരോ കാര്യങ്ങൾ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് അൽഗോരിതം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Algorithm is a finite sequence of instructions to solve a problem. ഓക്കെ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് കറക്റ്റായിട്ട് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നുള്ളതിന് ഒരു എണ്ണം ഉണ്ടാവും. ഫൈനൈറ്റ് ആയിരിക്കും. എത്ര സ്റ്റെപ്പിൽ അത് കംപ്ലീറ്റ് ആവും എന്നുള്ളത് ഫിക്സ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു ഇൻസ്ട്രക്ഷൻസ്, ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം where each step represents a specific task to be carried out. എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് അല്ലേ? സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റെപ്പായിട്ട് എഴുതുന്ന പ്രൊസീജിയറാണ്. അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പിലും ഒരു സ്പെസിഫിക് ടാസ്ക് അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അൽഗോരിതം എഴുതുന്നത്. Let us consider an example. Write an algorithm to find the sum and average of 3 numbers. ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യനിലൂടെ നമുക്കിത് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു 3 നമ്പറിന്റെ സമ്മും അതിന്റെ ആവറേജും കാണണം. അതിന് നമ്മളൊരു അൽഗോരിതം എഴുതണം. എങ്ങനെ എഴുതാം നോക്കിക്കേ. ഫസ്റ്റ് തന്നെ നമ്മൾ എഴുതുമ്പം നമുക്ക് ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അതായത് നമ്മൾ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര സ്റ്റെപ്പ് ഉണ്ടോ അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാം. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ കറക്റ്റ് നമ്മൾ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, ഒരു ഭംഗിയിൽ എഴുതണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? സ്റ്റാർട്ട്. എപ്പോഴും നമ്മൾ ഒരു അൽഗോരിതം എഴുതുമ്പോൾ അത് സ്റ്റാർട്ടും കൊടുക്കണം, അതുപോലെ തന്നെ അതിന് ഒരു സ്റ്റോപ്പും കൊടുക്കണം. ഓക്കെ, അതെന്തായാലും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ? 3 നമ്പറിന്റെ സമ്മും അതുപോലെ ആവറേജും. അപ്പം 3 നമ്പർ നമുക്ക് ഇൻപുട്ട് ചെയ്യണ്ടേ? അപ്പം നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് സ്റ്റെപ്പിൽ ഇൻപുട്ട് ABC, 3 നമ്പർ നമ്മൾ ABC എന്ന് പറഞ്ഞ് എടുത്തു. ഓക്കെ, ഇനി എന്താ? ആദ്യം നമുക്ക് സം കാണണം അല്ലേ? അപ്പൊ സമ്മിന് ഞാനിവിടെ S എന്ന് കൊടുത്തു. അപ്പൊ എന്താ സം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 3 കൂടെ ആഡ് ചെയ്യല്ലേ? അപ്പൊ S = A + B + C. ക്ലിയർ അല്ലേ? ഇനി ആവറേജ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു സമ്മിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര നമ്പർ ഉണ്ട്? 3 നമ്പേഴ്സ് അല്ലേ? ഓക്കെ, അപ്പൊ ഡിവൈഡഡ് ബൈ 3. അപ്പൊ ആവറേജിന് ഞാനിവിടെ AVG എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ഇപ്പൊ A എന്ന് കൊടുക്കണമെങ്കിൽ A എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ എഴുതുമ്പം നമ്മൾ ഇൻപുട്ടിൽ ഓൾറെഡി ABC എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ നമ്പേഴ്സിന് ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് തന്നെ സെയിം ഇവിടെ കൊടുക്കരുത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ആവറേജ് എന്ന് പറയുമ്പോൾ എന്താ? S/3. നമുക്കിവിടെ ഓൾറെഡി S കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ എസിനെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് പ്രിന്റ് ചെയ്ത് കിട്ടണ്ടേ? എത്ര കിട്ടിയെന്നുള്ളത് അറിയണ്ടേ? അപ്പോൾ പ്രിന്റ് S ആൻഡ് ആവറേജ്. എന്നിട്ട് എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മളൊരു അൽഗോരിതം എഴുതുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ ജസ്റ്റ് സമ്മ മാത്രം എഴുതാണെന്ന് വിചാരിക്കാം. അപ്പൊ എങ്ങനെ വരും? ഫസ്റ്റ് സ്റ്റെപ്പിൽ സ്റ്റാർട്ട് എഴുതും, അത് കഴിഞ്ഞ് നമ്മൾ ഇൻപുട്ട് ABC 3 കൊടുത്തു, സമ്മ എഴുതി. എങ്ങനെയാ? S = A + B + C. ഓക്കെ, ഇനി നേരെ നമുക്ക് സമ്മ പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ പ്രിന്റ് S ദെൻ സ്റ്റോപ്പ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഓരോന്ന് സ്റ്റെപ്പായിട്ട് നമ്മൾ അതിന് നമ്പർ ഇട്ട് കൊടുത്ത് എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? അൽഗോരിതം എഴുതുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ ഫ്ലോ ചാർട്ട്. ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഫ്ലോ ചാർട്ടും പറഞ്ഞു. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? The pictorial representation of an algorithm with specific symbols for instructions
ആൻഡ് ആരോസ് ഷോയിങ് ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഈസ് നോൺ ആസ് ഫ്ലോ ചാർട്ട്. എന്താണ് നമ്മൾ എഴുതിയ അൽഗോരിതത്തിന്റെ അൽഗോരിതം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുകയാണല്ലേ, അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ കുഞ്ഞിലേക്ക് ചിത്രകഥകൾ വായിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? എന്താണ് നമുക്കതിൽ പിക്ചർ അയക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. നമ്മൾ വായിക്കുന്നതിലും കൂടുതൽ നമുക്ക് പിക്ചേഴ്സിലൂടെ നമുക്കത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മൾ എഴുതിയിരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുന്നു. അതിനെയാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ നമ്മൾ കുറച്ച് സിമ്പിൾസും കുറച്ച് ആരോസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അതെന്താന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അൽഗോരിതം എന്താണ്, ഫ്ലോ ചാർട്ട് എന്താണെന്നുള്ളത് ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ വരുന്നതാണ് ടെർമിനൽ. നമ്മളൊരു അൽഗോരിതം എഴുതുമ്പോഴേക്കും അത് സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യണം എങ്ങനെയായിരുന്നു, സ്റ്റാർട്ടും സ്റ്റോപ്പും കൊടുത്തിട്ടാണല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടും സ്റ്റോപ്പും മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ടെർമിനൽ യൂസ് ചെയ്യുന്നത്. അവിടെ ആകെ നമ്മൾ സ്റ്റാർട്ടും എഴുതും സ്റ്റോപ്പും എഴുതും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ഫ്ലോ ചാർട്ടിന്റെ ഫസ്റ്റ് വരുന്നതും ടെർമിനൽ ആയിരിക്കും, ലാസ്റ്റ് വരുന്നതും ടെർമിനൽ ആയിരിക്കും. ക്ലിയർ? ഓക്കെ, ഇനി ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച അൽഗോരിതത്തിൽ നമ്മൾ 3 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ? അതായത് നമ്മൾ ഇൻപുട്ട് ABC ഇങ്ങനെ നമ്മൾ എഴുതി അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയല്ലോ, പ്രിന്റ് എസ് ആൻഡ് ആവറേജ്. ഇങ്ങനെ 2 സ്റ്റെപ്പ് നമ്മൾ എഴുതിയിരുന്നു. ഈ 2 സ്റ്റെപ്പ് എന്താണ്, ഇത് ഇൻപുട്ടും പ്രിന്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടും ആണ്. ഓക്കെ, അപ്പൊ ഈ 2 സംഭവങ്ങൾ എഴുതുന്നത് എന്തിലാ, ഈ ഒരു പാരലലോഗ്രാം. കണ്ടോ, ഈ ഒരു പാരലലോഗ്രാമിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു സിമ്പിളിലാണ് നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും എഴുതുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ടെർമിനൽ എന്ന് പറയുമ്പോൾ ഓവൽ അല്ലെങ്കിൽ ഒരു എക്ലിപ്സ് ആയിട്ടുള്ള ഷേപ്പാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അതൊരു പാരലലോഗ്രാം ആണ്. ദെൻ പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പൊ നമ്മൾ സം കണ്ടുപിടിക്കാനായിട്ട് S = A + B + C എന്ന് നമ്മൾ എഴുതി അല്ലേ? ഇതൊരു പ്രോസസ് ആണ്, ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ്. അപ്പൊ ഇതുപോലുള്ള അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ റിലേഷണൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ എന്തിലാണ് എഴുതുന്നത്, ഒരു റെക്റ്റാങ്കിളിലായിരിക്കും. ഓക്കെ, പ്രോസസ് എപ്പോഴും മെൻഷൻ ചെയ്യുന്നത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കും. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു റോംബസ് ആണ്. റോംബസ് അല്ലെങ്കിൽ ഡയമണ്ട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിലാണ് നമ്മൾ ഡിസിഷൻ കൊടുക്കുന്നത്. അതായത് ഒരു കണ്ടീഷൻ. ഇപ്പം നമ്മൾ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമുക്കതൊരു യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന ഒരു ആൻസർ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഡിസിഷന് എപ്പോഴും ഒരു എൻട്രി ഫ്ലോയും അതുപോലെ 2 എക്സിറ്റ് ഫ്ലോസും ഉണ്ടാവും. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഒരു എൻട്രി ഫ്ലോയും 2 എക്സിറ്റ് ഫ്ലോസും വരുന്ന ഫ്ലോ ചാർട്ട് സിമ്പിൾ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഏതാണ്, ഡിസിഷൻ. ഓക്കെ, അപ്പോൾ ഡിസിഷൻ ആണ് ഈ ഒരു എൻട്രി ഫ്ലോയും അതുപോലെ 2 എക്സിറ്റ് ഫ്ലോയും ഉള്ളത്. ഈ 2 എക്സിറ്റ് ഫ്ലോ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതിൽ ഒരെണ്ണം ട്രൂ ആയിട്ടുള്ള കേസിനും 1 ഫോൾസ് ആയിട്ടുള്ള കേസിനായിരിക്കും. ഓക്കെ, അതായത് ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് ഒരു സൈഡിലും, ഫോൾസ് ആണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ മറ്റൊരു സൈഡിലേക്കും യൂസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അതാണ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫ്ലോ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓപ്പറേഷൻസ് പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ടെർമിനൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, ഇൻപുട്ട് കഴിഞ്ഞ് പ്രോസസ്സ് കൊടുക്കുന്നു. അപ്പോൾ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യണ്ടേ, അതിനാണ് നമ്മൾ ഈ ഒരു ഫ്ലോ ലൈൻസ് യൂസ് ചെയ്യുന്നത്. ദെൻ കണക്ടർ. ഓക്കെ, നമ്മൾ ഇത്രയും സിമ്പിൾസ് പഠിച്ചതിൽ ഒരു പെയർ ആയിട്ട് കാണുന്നത് ഈ ഒരു കണക്ടർ മാത്രമായിരിക്കും. ഓക്കെ, കണക്ടർ എപ്പോഴും ഇങ്ങനെ ഒരു പെയർ ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ കണക്ടർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഇപ്പം നമ്മളൊരു ഫ്ലോ ചാർട്ട് വരയ്ക്കാമെന്ന് വിചാരിക്കും. ഇപ്പം നിങ്ങളൊരു പേജിൽ ഒരു ഫ്ലോ ചാർട്ട് വരച്ചു, നിങ്ങൾക്ക് അത് ഫുൾ ആ പേജിൽ വരയ്ക്കാൻ പറ്റിയില്ല, നമുക്ക് ബാക്കി അടുത്ത പേജിലേക്ക് വരയ്ക്കണം. അപ്പം അതിനൊരു കണക്ഷൻ വേണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഫ്ലോ ചാർട്ടിൽ നമ്മളൊരു പ്രോസസ്സ് വെച്ച് നിർത്തിയെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് അവിടെ പേജ് തീർന്നു. അപ്പം എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് നിങ്ങളൊരു ആരോ കൊടുത്തിട്ട് ഒരു കണക്ടർ കൊടുക്കും, അതിനൊരു പേരും കൊടുക്കും. ഓക്കെ, ഇങ്ങനെ നമ്മൾ അത് എൻഡ് ചെയ്യും. എന്നിട്ട് അടുത്ത പേജിൽ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ, ഒരു ആരോ കൊടുത്തിട്ട് സെയിം ആ ഒരു കണക്ടർ കൊടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് അടുത്തത് ഇപ്പോൾ ഡിസിഷൻ ആണെങ്കിൽ ഡിസിഷൻ, എഗെയിൻ പ്രോസസ് ആണെങ്കിൽ പ്രോസസ് എന്താണെന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് കണക്ടർ. കണ്ടോ, ഒരു പേജിൽ നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കംപ്ലീറ്റ് ആവുന്നില്ല, നമുക്ക് ബാലൻസ് അടുത്ത പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണക്ടർ കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സിമ്പിൾസിൽ പെയർ ആയിട്ട് കാണുന്ന ഒരേ ഒരു സാധനം ഈ ഒരു കണക്ടറാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും സിമ്പിൾസ് ആണ് നമ്മളൊരു ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഓൾറെഡി ആദ്യമേ തന്നെ ഒരു അൽഗോരിതം പഠിച്ചായിരുന്നു അല്ലേ? നമ്മളൊരു അൽഗോരിതം എഴുതി. എന്താണ്, ഒരു 3 നമ്പേഴ്സിന് സമ്മും ആവറേജും കാണുന്ന അൽഗോരിതം നമ്മൾ എഴുതി. അതിന്റെ ഫ്ലോ ചാർട്ട് നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ? ഇപ്പം നമ്മൾ സിമ്പിൾസ് ഒക്കെ പഠിച്ചില്ലേ? ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് എന്തായിരുന്നു സ്റ്റെപ്പ്, സ്റ്റാർട്ട് ആയിരുന്നു അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് നമ്മളൊരു ടെർമിനലിൽ കൊടുത്തു, അതിനുശേഷം അതിന് താഴെ ഒരു ഫ്ലോ ലൈൻ കൊടുത്തിട്ട് എന്താ, ഇൻപുട്ട് കൊടുത്തു അല്ലേ? സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു, ഇൻപുട്ട്
ABC എന്നായിരുന്നു. അത് നമ്മൾ എന്താ ഒരു പാരലലോഗ്രാമിൽ അത് കൊടുത്തു. അത് കഴിഞ്ഞ് പ്രോസസ് ആയിരുന്നു. സമ്മും കാണണം, ആവറേജും കാണണം. അപ്പോൾ ആ രണ്ടും കൂടെ ഞാൻ ഒരു റെക്റ്റാങ്കിൾ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിപ്പോൾ രണ്ടായിട്ട് കൊടുക്കണമെങ്കിൽ രണ്ടായിട്ട് കൊടുക്കാം. അതായത് ഇപ്പം S = A + B + C എന്ന് ഒരു പ്രോസസ്സറിൻ്റെ അകത്തും അത് കഴിഞ്ഞ് അതിൻ്റെ താഴെയിട്ട് അടുത്തതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ആവറേജ് = S/3 ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അത് നിങ്ങളുടെ ചോയ്സ് പോലെ. ഓക്കെ, അപ്പം എന്താണ് പ്രോസസ്സിൻ്റെ അകത്ത് നമ്മൾ ആ രണ്ട് പ്രോസസ്സ് എഴുതി. അതിന് ശേഷം നമ്മൾ എന്താ പറഞ്ഞത്, നമുക്ക് ആ ഒരു സമ്മും ആവറേജും പ്രിന്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതെന്താ ഔട്ട്പുട്ടാണ്. അപ്പോൾ അതെന്ത് ചെയ്തു, നമ്മൾ പാരലലോഗ്രാമിൽ എഴുതി. ദെൻ ഫൈനൽ സ്റ്റോപ്പ് ചെയ്തു, ടെർമിനൽ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത്. എളുപ്പമാണല്ലേ. നമ്മൾ എഴുതുന്ന അൽഗോരിതം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോ ചാർട്ടും കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഫ്ലോ ചാർട്ട്. എന്താണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. എളുപ്പമാണല്ലേ, നമുക്കൊരു പിക്ചറിൽ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എഫക്റ്റീവ് അനാലിസിസ്, നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് ആ ഒരു ഫിഗർ എളുപ്പമായിരിക്കും. അതുപോലെ സിന്തസിസ് ചെയ്യാനും. ദെൻ എഫിഷ്യൻറ്റ് കോഡിങ്ങും ഇത്തിരിയും കൂടെ എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു ഫിഗർ കിട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും എന്തൊക്കെയാണ് ഇൻപുട്ട്, ഏതൊക്കെയാണ് പ്രോസസ്സ്, ഔട്ട്പുട്ട് എന്താണ്, എന്തെങ്കിലും ഡിസിഷൻ ഉണ്ടോ, കണ്ടീഷൻ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കത് എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി ലിമിറ്റേഷൻ എന്ന് പറയുമ്പോഴേക്കും എന്താണ്, ജസ്റ്റ് ടൈം കൺസ്യൂമിങ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളിങ്ങനെ ഇരുന്ന് വരയ്ക്കണം എന്ന് പറയുമ്പോഴേക്കും അതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് അത്ര വലിയ ലിമിറ്റേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാലും ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ടൈം കൺസ്യൂമിങ്. ഓരോ ഷേപ്പ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താ, എനി ചേഞ്ച് ഓർ മോഡിഫിക്കേഷൻ ഇൻ ദ ലോജിക് ഓഫ് ദി അൽഗോരിതം യൂഷ്വലി റിക്വയർസ് എ കംപ്ലീറ്റ്ലി ന്യൂ ഫ്ലോ ചാർട്ട്. അതായത് നമുക്കിപ്പോൾ ഒരു തെറ്റ് പറ്റിയെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കതിൽ തിരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ടൊരു പുതിയ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. അതായത് നമുക്കതിൽ തിരുത്തൽ, ഒരു ഫ്ലോ ചാർട്ടിൻ്റെ അകത്ത് നമുക്ക് തെറ്റ് തിരുത്താന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു അൽഗോരിതം ആണെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പ് വെട്ടിയിട്ട് നേരെ അടുത്ത സ്റ്റെപ്പ് എഴുതാൻ പറ്റും. പക്ഷേ ഫ്ലോ ചാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പിക്ചറിൽ റെപ്രസെൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൽ തിരുത്താനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ലിമിറ്റേഷനായിട്ട് ഇവർ പറയുന്നത്. മെയിൻലി അഡ്വാൻറ്റേജസ് ആണ് ചോദിക്കാറ്, ബട്ട് ലിമിറ്റേഷനും എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കാം. അപ്പോൾ അൽഗോരിതം എന്താണ്, ഫ്ലോ ചാർട്ട് എന്താണ്, അതുപോലെ ഫ്ലോ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസ് എന്താണെന്നൊക്കെ ഉള്ളത് മൊത്തത്തിലൊരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു അൽഗോരിതം ഫ്ലോ ചാർട്ടും എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ക്ലിയർ ആവണമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫൈൻഡ് ദി ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ. ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ പെരിമീറ്ററും കാണാനുള്ള അൽഗോരിതം എഴുതണം, ഫ്ലോ ചാർട്ടും വരയ്ക്കണം. അപ്പോൾ പെരിമീറ്റർ കാണുന്നത് എങ്ങനെയാ, 2 × ലെങ്ത് + ബ്രെഡ്ത്ത്. അറിയാവുന്നതല്ലേ, നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ മാത്സിൽ പഠിച്ചതാണ്. ദെൻ ഏരിയ എന്ന് പറയുമ്പോഴേക്കും ലെങ്ത് × ബ്രെഡ്ത്ത്. ഓക്കെ, ഇവിടെ ഞാൻ LB എന്ന് പറഞ്ഞിട്ട് ലെങ്ത്തിനും ബ്രെഡ്ത്തിനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലെങ്ത് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ L, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ് B എന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ പെരിമീറ്ററിന് ക്യാപിറ്റൽ P, ദറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ A. ഇങ്ങനെയാണ് ഞാൻ വേരിയബിൾസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അൽഗോരിതം എഴുതാം. എങ്ങനെയാ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, സ്റ്റാർട്ട് കൊടുക്കാം. എല്ലാത്തിലും ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ആയിരിക്കും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, നമുക്ക് എന്തിൻ്റെയാണ്, റെക്ടാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ലെങ്ത്തും ബ്രെഡ്ത്തും ഇൻപുട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇൻപുട്ട് L, B. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി പെരിമീറ്റർ കാണണം. പെരിമീറ്റർ കാണാൻ എന്താ ചെയ്യുന്നത്, അതിൻ്റെ ഇക്വേഷൻ എഴുതാം. P = 2 × L + B. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് വരുന്നത് എന്താ, ഏരിയയുടെ. നമുക്ക് പെരിമീറ്ററും കാണണം, ഏരിയയും കാണണം. അപ്പോൾ എന്താ, A = L × B എന്ന് എഴുതി. ദെൻ പിന്നെ എന്താ, നമുക്ക് ഇത് രണ്ടും പ്രിന്റ് ചെയ്ത് കിട്ടണ്ടേ. ഓക്കെ, അപ്പോൾ പ്രിന്റ് P, A, ദെൻ സ്റ്റോപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അൽഗോരിതം. സിമ്പിൾ ആണല്ലേ, ചെറിയൊരു അൽഗോരിതം ആയിരുന്നു. ഇനി ഈ ഒരു അൽഗോരിതം വെച്ചിട്ട് നമുക്കൊന്ന് ഫ്ലോ ചാർട്ട് വരച്ച് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, സ്റ്റാർട്ട് ആയിരുന്നു. നമ്മൾ സ്റ്റാർട്ട് എന്ത് ചെയ്തു, ടെർമിനലിൽ വരച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഇൻപുട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, പാരലലോഗ്രാമിൽ വരച്ചു. അത് കഴിഞ്ഞൊരു പ്രോസസ്സായിരുന്നു, പെരിമീറ്ററും കാണുക, ഏരിയയും കാണുക. അപ്പോൾ എന്ത് ചെയ്തു, അതങ്ങനെ തന്നെ നമ്മളൊരു റെക്ടാങ്കിൾ ഷേപ്പിൽ ഒരു പ്രോസസ്സിൻ്റെ അകത്ത് കൊടുത്തു. ദെൻ എഗെയിൻ നമുക്ക് എന്താ പറയുന്നത്, പ്രിന്റ് ചെയ്യണം അല്ലേ. നമുക്ക് കിട്ടിയ ആൻസർ, അതായത് പെരിമീറ്ററും ഏരിയയും എത്രയാണെന്നുള്ളത് നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തു, അത് നമ്മളൊരു പാരലലോഗ്രാമിൽ എഴുതി. ഫൈനലി സ്റ്റോപ്പ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അൽഗോരിതം എഴുതേണ്ടത്, അതിൻ്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് ക്ലിയർ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് കൺട്രോൾ. The order of execution of instructions is known as flow of control. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, അതായത് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അൽഗോരിതം എഴുതുമല്ലോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ആവുന്ന ആ ഒരു ഓർഡർ, അതിനെയാണ് ഫ്ലോ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച രണ്ട് അൽഗോരിതം ഉണ്ടല്ലോ, ഏതായിരുന്നു, നമ്മുടെ
3 നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മും ആവറേജ് കാണാനും അതുപോലെ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും ഏരിയയും കാണാനുള്ള 2 പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇവിടെ രണ്ടിടത്തും ഫോളോ ചെയ്യുന്നത് ഒരു സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് കൺട്രോൾ ആണ്. അതായത് ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്ത് അടുത്തതിലേക്ക് പോകും, അത് എക്സിക്യൂട്ട് ചെയ്ത് അടുത്തതിലേക്ക് പോകും. അത് ഓർഡറിൽ, ആ ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് ആ ഒരു സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് കൺട്രോൾ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ടോളർ വൺ എമംഗ് 2 സ്റ്റുഡൻസ്. ഓക്കെ, 2 സ്റ്റുഡൻസിന്റെ ഹൈറ്റ് ഉണ്ട്, അതിലാരാണ് പൊക്കം കൂടിയത്, ടോളർ വൺ ആരാന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെയാ നമ്മൾ ചെയ്യുക? സ്റ്റാർട്ട് കൊടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സ്റ്റെപ്പ് 1 എന്താണ്, സ്റ്റാർട്ട് ആയിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 2 വരുമ്പോൾ എന്താ, 2 ഹൈറ്റ് നമുക്ക് ഇൻപുട്ട് ചെയ്യണം അല്ലെ, 2 പേരുടെ ഹൈറ്റ്. അപ്പൊ നമ്മൾ H1 H2 എന്ന് പറഞ്ഞ 2 ഹൈറ്റ് കൊടുത്തു. എന്നിട്ട് നമ്മളൊരു കണ്ടീഷൻ പറയാണ്, ഇഫ് H1 ഈസ് ഗ്രേറ്റർ ദാൻ H2. എന്താണ് H1? ഫസ്റ്റത്തെ ആള് H2നേക്കാളും ഹൈറ്റ് കൂടിയതാണെങ്കിൽ എന്ത് ചെയ്യണം? H1 പ്രിന്റ് ചെയ്യണം അല്ലെ, H1 ആണ് ഹൈറ്റ് കൂടിയെന്നുള്ളത് പ്രിന്റ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? എൽസ് എന്ത് ചെയ്യണം? H2 പ്രിന്റ് ചെയ്യണം. അതായത് നേരെ തിരിച്ച് H2 ആണ് H1നേക്കാളും വലുതെന്ന് അർത്ഥം. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ഇഫ്, നമ്മളിവിടെ ഒരു ഇഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഇഫ് നമ്മൾ ക്ലോസ് ചെയ്യും. എന്നിട്ട് നമ്മൾ മൊത്തത്തിലുള്ള അൽഗോരിതം നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. മനസ്സിലായോ? അതായത് നമ്മുടെ H1 എന്ന് പറയുന്ന ഹൈറ്റ് H2നേക്കാളും വലുതാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? H1 ഈസ് ടോളർ അല്ലേ? അതല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എൽസ് എന്ന് ഉദ്ദേശിച്ചത് അതല്ല. അപ്പൊ എന്താണ് അതിനർത്ഥം? H2 എന്താണ്? H1നേക്കാളും വലുതാണെന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം? H2 എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഫ്ലോ ചാർട്ട് നമ്മൾ എങ്ങനെ വരയ്ക്കും നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു. ഓക്കെ, നമ്മൾ 2 ഹൈറ്റ് ഇൻപുട്ട് ചെയ്യേണ്ടേ, H1 H2 നമ്മൾ ഇൻപുട്ട് ചെയ്തു. ഇനി എന്താണ്? ഇഫ് കണ്ടീഷൻ ആണ് അല്ലെ, ട്രൂ ഓർ ഫോൾസ് ആണ്. എന്താണ്? H1 ആണോ അല്ലെങ്കിൽ H2 ആണോ? അപ്പൊ ട്രൂ ഓർ ഫോൾസ് അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടേ? ഡിസിഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ നമ്മൾ എന്തെടുത്തു? ഒരു റോംബസ് കൊടുത്തു. റോംബസിന്റെ അകത്ത് ഈസ് H1 ഗ്രേറ്റർ ദാൻ H2. നമ്മൾ കണ്ടീഷൻ കൊടുക്കുകയാണ്, H1 H2നേക്കാളും ഗ്രേറ്റർ ആണോ? ആണെങ്കിൽ എന്താണ്? യെസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? H1 പ്രിന്റ് ചെയ്യുക. അല്ലെങ്കിൽ നോ ആണെങ്കിൽ, കണ്ടോ, നോ ആണെങ്കിൽ എന്ത് ചെയ്യുക? H2 പ്രിന്റ് ചെയ്യുക. എന്നിട്ട് എന്താ? സ്റ്റോപ്പ് കൊടുക്കാം. സ്റ്റോപ്പ് കൊടുക്കുമ്പോഴേക്കും H2 പ്രിന്റ് ചെയ്താലും സ്റ്റോപ്പ് കൊടുക്കണം, H1 ആണെങ്കിൽ ലാസ്റ്റ് സ്റ്റോപ്പ് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. ഇതിന്റെ ഫ്ലോ ചാർട്ട് എഴുതുന്നത്. അതായത് നമ്മളൊരു സ്റ്റാർട്ട് കൊടുത്തു, ഇൻപുട്ട് കൊടുത്തു, നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്താ? നമ്മൾ റോംബസിന്റെ അകത്ത് നമ്മൾ കണ്ടീഷൻ എഴുതി, അത് യെസ് ആണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്, നോ ആണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്, ദെൻ ഫൈനലി സ്റ്റോപ്പ്. ഇങ്ങനെയാണ് നമ്മൾ ഇത് വരയ്ക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഫ്ലോ ചാർട്ട് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ദെൻ ദി അൽഗോരിതം യൂസസ് ദ സെലക്ഷൻ സ്ട്രക്ചർ ടു സോൾവ് ദ പ്രോബ്ലം. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇവരൊരു സീക്വൻഷ്യൽ ആയിട്ടാണോ ചെയ്തിരിക്കുന്നത്? അല്ല അല്ലെ, നമ്മളൊരു സെലക്ഷൻ സ്ട്രക്ചർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കണ്ടീഷൻ ഉണ്ടാവും, അത് ട്രൂ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, ഫോൾസ് ആണെങ്കിൽ വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഫൈനലി സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അടുത്ത പ്രോസസ്സ് എന്താണോ അടുത്ത സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, ദ വർക്കിംഗ് ഓഫ് സെലക്ഷൻ കൺസ്ട്രക്ട് ഈസ് ഷോൺ ബിലോ. ദേ നമ്മൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഒരു കണ്ടീഷൻ കൊടുത്തു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു ട്രൂ ബ്ലോക്കിൽ നമ്മൾ അവിടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത് കൊടുക്കും. നോ ആണെങ്കിൽ ആ ഒരു ഫോൾസ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് അവിടെ സ്പെസിഫൈ ചെയ്യും. ദെൻ ഫൈനലി അടുത്ത പ്രോസസ്സ് ആണെങ്കിൽ പ്രോസസ്സ്, അതല്ല ഇനി വേറെ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ല ടെർമിനൽ ആണെങ്കിൽ ടെർമിനൽ. ഇങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഫസ്റ്റ് വന്നത് സീക്വൻഷ്യൽ ആയിട്ടുള്ളത് ഒരു കേസ് ആയിരുന്നു. സെക്കൻഡ് നമ്മളിപ്പോൾ നോക്കിയത് ഒരു കണ്ടീഷൻ വരുമ്പോൾ എങ്ങനെ നമ്മൾ അൽഗോരിതം എഴുതണം, അതുപോലെ തന്നെ ആ ഫ്ലോ ചാർട്ട് എങ്ങനെ വരയ്ക്കണം എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ള വേറൊരു പ്രോബ്ലം കൂടി നോക്കിയാലോ. നോക്കിയേ, ടു ഇൻപുട്ട് ദ സ്കോർസ് ഒബ്റ്റൈൻഡ് ഇൻ 3 യൂണിറ്റ് ടെസ്റ്റ് ആൻഡ് ഫൈൻഡ് ദി ഹയസ്റ്റ് സ്കോർ. ഓക്കെ, 3 യൂണിറ്റ് ടെസ്റ്റിന്റെ സ്കോർ ഇൻപുട്ട് ചെയ്യുക, എന്നിട്ട് അതിൽ ഹയസ്റ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, നോക്കി, നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. 3 മാർക്ക് നമുക്ക് ഇൻപുട്ട് ചെയ്യണം അല്ലേ? അപ്പൊ M1 M2 M3 എന്ന് പറഞ്ഞാൽ നമ്മൾ 3 മാർക്ക് ഇൻപുട്ട് ചെയ്തു. ദെൻ അടുത്തത് എന്താണ്? M1 എന്ന് പറയുന്നത് ഇഫ് M1 ഈസ് ഗ്രേറ്റർ ദാൻ M2. എന്താണ്? M1 M2നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ, അതുപോലെ തന്നെ ആൻഡ് M1 ഈസ് ഗ്രേറ്റർ ദാൻ M3. ഓക്കെ, 2 കണ്ടീഷൻ പറഞ്ഞു. M1 എന്ന് പറയുന്നത് M2നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ, അതുപോലെ തന്നെ M1 എന്ന് പറയുന്നത് M3നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ എന്തായിരിക്കും? M1 അല്ലേ ഹയസ്റ്റ് സ്കോർ, അപ്പൊ നമ്മൾ പ്രിന്റ് M1 കൊടുത്തു. ഓക്കെ, എൽസ് അതല്ല M2 ഈസ് ഗ്രേറ്റർ ദാൻ M3. ഓക്കെ, M2 എന്ന് പറയുന്നത് M3നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? M2 ആയിരിക്കും ഹയസ്റ്റ് സ്കോർ അല്ലേ? ഓക്കെ, ദെൻ അതും അല്ലെങ്കിൽ എന്താ പിന്നെ സംഭവിക്കുക? M3 ആയിരിക്കും ഹയസ്റ്റ് സ്കോർ. ക്ലിയർ അല്ലേ? അതായത്
ഫസ്റ്റ് കേസിൽ M1 ഈസ് ഗ്രേറ്റർ ദാൻ M2 ആൻഡ് M1 ഈസ് ഗ്രേറ്റർ ദാൻ M3. അങ്ങനെയാണെങ്കിൽ M1 ആയിരിക്കും ഹയസ്റ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ. അതല്ല M2 ആണ് M3നേക്കാളും ഗ്രേറ്റർ എങ്കിൽ M2 ആയിരിക്കും ഹയസ്റ്റ് സ്കോർ. അതും അല്ലെങ്കിൽ M3 ആയിരിക്കും ഹയസ്റ്റ് സ്കോർ. ആ കണ്ടീഷൻ ക്ലിയർ ആണല്ലോ? ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഇഫ് നമ്മൾ എൻഡ് ചെയ്യും, എന്നിട്ട് നമ്മൾ അൽഗോരിതം സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പം നമുക്കിത് എങ്ങനെ ഫ്ലോ ചാർട്ട് ആക്കാൻ നോക്കിക്കേ. നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു, 3 ഇൻപുട്ട് കൊടുത്തു, M1 M2 M3 എന്ന് പറഞ്ഞാൽ 3 മാർക്ക് ഇൻപുട്ട് ചെയ്തു. ഓക്കെ. ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഈസ് M1 ഗ്രേറ്റർ ദാൻ M2 ആൻഡ് M1 ഗ്രേറ്റർ ദാൻ M3. ഓക്കെ, 2 കണ്ടീഷൻ ഉണ്ട്. M1 M2നേക്കാളും വലുതാണെങ്കിൽ, അതുപോലെ തന്നെ M1 M3നേക്കാളും വലുതാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? M1 ആയിരിക്കും അല്ലേ? ഓക്കെ. അതല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, M1 M2നേക്കാളും ഗ്രേറ്റർ അല്ല, അതുപോലെ തന്നെ M1 M3നേക്കാളും ഗ്രേറ്റർ അല്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്തു? M2 എന്ന് പറയുന്നത് M3നേക്കാളും ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്തു. ആണെന്നാണെങ്കിൽ എന്താണ്? M2 പ്രിന്റ് ചെയ്യുക, അല്ലാന്നാണെങ്കിൽ M3 പ്രിന്റ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് 3 അവസാനം എൻഡ് ചെയ്യുന്നത് ആ ഒരു സ്റ്റോപ്പിലേക്ക്. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് ഫ്ലോ ചാർട്ട് വരയ്ക്കേണ്ടതെന്ന്? നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു, ഇൻപുട്ട് കൊടുത്തു, ഫസ്റ്റ് ഒരു കണ്ടീഷൻ എഴുതി, ആ കണ്ടീഷൻ്റെ യെസ് എന്ന് പറയുമ്പോഴുള്ളത് എന്താണെന്നുള്ളത് എഴുതി, നോ ആണെങ്കിൽ വേറൊരു കണ്ടീഷനാണ് കൊടുക്കുന്നത്. കണ്ടോ, നമുക്ക് അതിൻ്റെ താഴെ ഔട്ട്പുട്ട് തന്നെ വരണം എന്നില്ല. നോ ആണെങ്കിൽ നമുക്ക് അവിടെ വേറെ കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ വേറെ കണ്ടീഷൻ കൊടുത്തു. ദെൻ ആ ഒരു കണ്ടീഷൻ യെസ് ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് എഴുതി, നോ ആണെങ്കിലുള്ള ഔട്ട്പുട്ട് നമ്മൾ എഴുതി, ദെൻ സ്റ്റോപ്പ്. ക്ലിയർ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ആ ഒരു എന്താണ് നമ്മുടെ ഡിസിഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ എങ്ങനെ എഴുതണം, അൽഗോരിതം എങ്ങനെ എഴുതണം, അതെങ്ങനെ വരയ്ക്കണം എന്നുള്ളത് ക്ലിയർ ആയില്ലേ? ഈ ഒരു എക്സാമ്പിൾ ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ടു പ്രിന്റ് ദി നമ്പേഴ്സ് ഫ്രം 1 to 100. 1 മുതൽ 100 വരെ നമുക്ക് പ്രിന്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ നോക്കിയേ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, n ഈക്വൽ ടു 1. 1 തൊട്ടല്ലേ നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ n എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് 1 കൊടുക്കുകയാണ്. n ഈക്വൽ ടു 1. ഓക്കെ. ദെൻ പ്രിന്റ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് ഇതിനൊപ്പം ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണെന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? n പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് ഇപ്പുറത്ത് എഴുതാം, ഇവിടെ ഔട്ട്പുട്ട് എഴുതാം. ഓക്കെ. പ്രിന്റ് n എന്ന് പറയുമ്പോൾ എന്താ? 1 പ്രിന്റ് ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? n ഈക്വൽ ടു n പ്ലസ് 1. അപ്പൊ എന്തായി? n ഈക്വൽ ടു n പ്ലസ് 1 എന്ന് പറയുമ്പോൾ n ഇപ്പോൾ ഓൾറെഡി എന്താ? 1 ആണ്. 1 പ്ലസ് 1 അപ്പൊ എന്തായി? 2 ആയല്ലേ? ഇനി എന്താ പറയുന്നത്? ഇഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. എന്താ? ഈ n എന്ന് പറയുന്നത് ഇപ്പൊ എന്താ? 2 ആണ്. ഈ 2 100നേക്കാളും ചെറുതാണോ? ചെറുതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ദെൻ ഗോ ടു സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 എന്താ? പ്രിന്റ് n. അപ്പൊ എന്ത് ചെയ്തു? n പ്രിന്റ് ചെയ്തു. ഓക്കെ. എഗെയിൻ പിന്നെ എന്താ അടുത്ത സ്റ്റെപ്പ്? n ഈക്വൽ ടു n പ്ലസ് 1. അപ്പൊ എന്തായി? n ഈക്വൽ ടു 2 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഓക്കെ. ഇനി എന്ത് ചെയ്യുക? ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. n ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100, അതായത് 3 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ? ആണ്. അപ്പൊ എന്ത് ചെയ്യണം? എഗെയിൻ ഗോ ടു സ്റ്റെപ്പ് 3. അപ്പൊ എന്താ? പ്രിന്റ് 3. ഇങ്ങനെ നമ്മൾ 100 വരെ പ്രിന്റ് ചെയ്യാം. 100 അല്ലാത്ത കേസ് വരും. എന്താണ്? നമുക്ക് 101 എന്നൊരു ആൻസർ വരുമ്പോൾ എന്താണ്? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യോ? 101 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണോ? അല്ല. അപ്പൊ എന്തായി? സ്റ്റോപ്പ്. അപ്പൊ അവിടെ വെച്ച് നിൽക്കും. ഇങ്ങനെയാണ് നമ്മുടെ അൽഗോരിതം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അതിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ എങ്ങനെയാന്ന് നോക്കിക്കേ. നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു, n ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് എന്നിലേക്ക് 1 കൊടുത്തു ആ ഒരു വേരിയബിളിലേക്ക്. അത് കഴിഞ്ഞ് n പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അത്ര നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എന്താ? എന്നിട്ട് നമുക്ക് n പ്രിന്റ് ചെയ്തു, അതായത് 1 പ്രിന്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ആ 1നെ കൂട്ടണം. എന്ത് ചെയ്തു? n പ്ലസ് 1 ചെയ്തു. n പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് n പ്ലസ് 1 ചെയ്തപ്പോൾ എന്ത് കിട്ടി? 2 കിട്ടിയല്ലേ? ഓക്കെ. ആ 2 എന്താ ചെക്ക് ചെയ്യണം? n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. അപ്പൊ നമ്മളവിടെ ചെക്ക് ചെയ്തു. കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു ഗോ ടു സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞിരുന്നല്ലേ? അതായത് പ്രിന്റ് ആ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകും. അങ്ങനെ നമ്മളിത് കണ്ടിന്യൂസ് ചെയ്ത് അവസാനം അത് നോ ആയിട്ട് വരുന്ന ടൈമിൽ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഇങ്ങനെയാണ് ഇതിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കിക്കേ. ഇവിടെ നമുക്ക് ഈ ഒരു 3ാമത്തെ സ്റ്റെപ്പും 4ാമത്തെ സ്റ്റെപ്പും 5ാമത്തെ സ്റ്റെപ്പും അല്ലെ? 3, 4, 5 ഈ 5 സ്റ്റെപ്പും റിപ്പീറ്റ് ചെയ്ത് വരുമല്ലേ? അതായത് പ്രിന്റ് ചെയ്യാൻ ചെയ്തു, n പ്ലസ് 1 ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ ശരിയാണെങ്കിൽ എഗെയിൻ നമ്മൾ 3ലേക്ക് പോകും, പിന്നെയും 4 ചെയ്യും, 5 ചെയ്യും, പിന്നെ അത് ശരിയാണെങ്കിൽ പിന്നെയും 3ലേക്ക് പോകും. അപ്പൊ ഇവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ. We will say that a loop is formed here. The control comes out of the loop only when the condition becomes false. എന്താണ്? ആ ലൂപ്പിന് പുറത്തേക്ക് എപ്പോഴാണ് വരിക? ആ കണ്ടീഷൻ ഫോൾസ് ആയാൽ മാത്രമേ ആ ലൂപ്പിന് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ.
മനസ്സിലായാലോ? അതായത് 101 എന്ന് പറഞ്ഞാൽ മാത്രമല്ലേ നമ്മൾ അതിന്റെ പുറത്തേക്ക് വരുള്ളൂ, അതുവരെ അത് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു ലൂപ്പ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അതിനൊന്ന് മാറ്റി എഴുതാം. എങ്ങനെയാന്ന് നോക്കിക്കേ. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് കൊടുത്തു, n = 1 എന്ന് നമ്മൾ കൊടുത്തു, സെയിം തന്നെ. ഇനി എന്താ പറയുന്നത്? റിപ്പീറ്റ് സ്റ്റെപ്സ് 4 and 5. എന്താണ്? അടുത്ത 2 സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. എപ്പോൾ? while n less than or equal to 100. അതായത് n എന്ന് പറയുന്നത് 100-നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ 100-നെ ഈക്വലോ ആവുകയാണെങ്കിൽ 4 ഉം 5 ഉം റിപ്പീറ്റ് ചെയ്യാൻ ആദ്യമേ പറയാം. ഓക്കെ, അപ്പൊ എന്താണ് 4 ഉം 5 ഉം? 4 എന്ന് പറയുന്നത് n പ്രിന്റ് ചെയ്യുക, 5 എന്ന് പറയുന്നത് n ഇൻക്രിമെന്റ് ചെയ്യുക, n = n+1 ചെയ്യുക, ദെൻ ഫൈനലി സ്റ്റോപ്പ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ആ ഒരു അൽഗോരിതത്തിന് ഒന്ന് മാറ്റി എഴുതിയാണ്. എന്താ ചെയ്തത്? നമ്മൾ മൂന്നാമത്തെ എഴുതിയ സ്റ്റെപ്പിനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊടുത്തു, ആദ്യമേ കൊടുത്തു. എന്ത് ചെയ്തു? റിപ്പീറ്റ് സ്റ്റെപ്സ് 4 and 5 while n less than or equal to 100. ആ ഒരു കണ്ടീഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞു. ഓക്കെ, ആദ്യമേ ആ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു അടുത്ത 2 സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അൽഗോരിതം ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എഴുതിയ അൽഗോരിതത്തിൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ 2 വേർഡ്സ് കണ്ടല്ലേ, റിപ്പീറ്റും വൈലും. ഓക്കെ, അത് നമ്മളൊരു ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് നീഡ് റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഈസ് സ്പെസിഫൈഡ് വിത്ത് ദ വേർഡ് റിപ്പീറ്റ്. അതായത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് നമ്മൾ റിപ്പീറ്റ് എന്ന വേർഡ് വെച്ച് സ്പെസിഫൈ ചെയ്യും. അതുപോലെ തന്നെ കണ്ടീഷൻ നമ്മൾ എന്തിൽ കൊടുക്കും? വൈലിൽ കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ആ ഒരു അൽഗോരിതം വെച്ചിട്ട് നമുക്ക് ഫ്ലോ ചാർട്ട് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാ വരിക? നമ്മളൊരു സ്റ്റാർട്ട് കൊടുത്തു, n എന്താണ്? n = 1 എന്ന് കൊടുത്തു, ദെൻ ഈസ് n less than or equal to 100. നമ്മൾ ആ ഒരു കണ്ടീഷൻ ആദ്യമേ ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ നോ സ്റ്റോപ്പിലേക്ക് പോകും, നോ ആണ്. അതല്ല യെസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പോകും? നേരെ താഴേക്ക് n പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് n-നെ ഇൻക്രിമെന്റ് ചെയ്യും, n = n+1. ദെൻ എഗെയിൻ നമ്മൾ ആ ഒരു കണ്ടീഷനിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യമേ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു ലൂപ്പ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്കിക്കേ, ഇവിടെ ആ ഒരു ലൂപ്പ് കൺസ്ട്രക്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഫസ്റ്റ് കണ്ടീഷൻ കൊടുത്തു, അത് ഫോൾസ് ആണെങ്കിൽ നേരെ സ്റ്റോപ്പ് അല്ലെങ്കിൽ എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് അതിലേക്ക് പോകും. ട്രൂ ആണെങ്കിൽ അവിടെ സ്റ്റേറ്റ്മെന്റ് വരും. എഗെയിൻ നമ്മൾ എന്നിട്ട് ആ ഒരു കണ്ടീഷനിലേക്ക് അത് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു നമ്മുടെ ലൂപ്പ് വരുമ്പം ചെയ്യുന്നത്, ഇങ്ങനെയാണ്. അപ്പൊ ക്ലിയർ ആണല്ലോ? നമ്മൾ ഓൾറെഡി ഒരു അൽഗോരിതം എഴുതി നമ്മൾ അതിന്റെ ഫ്ലോ ചാർട്ട് വരച്ചു. പക്ഷെ നമ്മൾ അതിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തി റിപ്പീറ്റ് ആൻഡ് വൈൽ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ മാറ്റി ഒന്ന് എഴുതി. ഓക്കെ, അൽഗോരിതം നമ്മൾ ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഫിഗറിലും നമ്മുടെ ഫ്ലോ ചാർട്ടിൽ ചെറിയൊരു ചേഞ്ച് വന്നില്ല. നമ്മുടെ കണ്ടീഷൻ നമ്മൾ ഇവിടെ ആദ്യം ചെക്ക് ചെയ്തു എന്ന് മാത്രം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എ ലൂപ്പ് ഹാസ് 4 elements. നമ്മൾ ഓൾറെഡി ലൂപ്പിനെ പറ്റി പറഞ്ഞില്ലേ, നമ്മൾ കുറച്ച് പ്രോബ്ലംസിലൊക്കെ നമ്മൾ ലൂപ്പ് കണ്ടു. ഓക്കെ, അപ്പോൾ ലൂപ്പിന് 4 elements ഉണ്ട്. കണ്ടീഷൻ, ഇനിഷ്യലൈസേഷൻ ഇൻസ്ട്രക്ഷൻ, അപ്ഡേറ്റ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ലൂപ്പ് ബോഡി. ഇങ്ങനെ 4 എണ്ണമാണ് വരുന്നത്. എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചതിൽ n = 1 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തത് എന്താ? ഇനിഷ്യലൈസേഷൻ ആയിരുന്നു. ഓക്കെ, ദെൻ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തല്ലേ, n less than or equal to 100 എന്ന് പറഞ്ഞു, അതിവിടെ കണ്ടീഷനാണ്. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ എന്താ ചെയ്തത്? പ്രിന്റ് n എന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് നമ്മുടെ ബോഡി ഓഫ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? n = n+1 നമ്മൾ കൊടുത്തില്ലേ, അതാണ് നമ്മുടെ അപ്ഡേഷൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലൂപ്പ് എഴുതുന്നത്. ലൂപ്പിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ക്ലിയർ ആണല്ലോ? നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ടു പ്രിന്റ് ദി സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് പ്രിന്റ് ചെയ്യണം. എന്താ ചെയ്യുന്നത്? നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു, n ഇൻപുട്ട് ചെയ്തു, a = 1 s = 0 എന്ന് പറഞ്ഞ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ റിപ്പീറ്റ് സ്റ്റെപ്സ് 5 and 6. ഈ 2 സ്റ്റെപ്പ് നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. എപ്പോ? when a is less than or equal to, while a is less than or equal to n. ഓക്കെ, അപ്പൊ a എന്ന് പറയുന്നത് n-നേക്കാളും ലെസ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ ഈക്വൽ ആയിട്ട് വരുന്ന ആ ഒരു കേസ് വരെ നമ്മൾ എന്ത് ചെയ്യണം? 5 ഉം 6 ഉം റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ 5 എന്ന് പറയുന്നത് എന്താ? s = s + a. ദെൻ a എന്ത് ചെയ്യുക? ഇൻക്രിമെന്റ് ചെയ്യുക, a+1. എന്നിട്ട് നമ്മൾ s പ്രിന്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് നമ്മുടെ ആ ഒരു അൽഗോരിതം വരുന്നത്. അപ്പൊ ഈ അൽഗോരിതം ബേസ് ചെയ്ത് നമ്മൾ എങ്ങനെ ഫ്ലോ ചാർട്ട് വരയ്ക്കുക? സ്റ്റാർട്ട് കൊടുത്തു, n ഇൻപുട്ട് ചെയ്തു, പിന്നെ എന്താ നമ്മൾ a-നും s-നും വാല്യൂസ് കൊടുത്തിട്ടുണ്ടല്ലേ, അത് നമ്മൾ കൊടുത്തു. ദെൻ നമ്മൾ കണ്ടീഷനിലേക്ക് പോയി. അപ്പോൾ ഇവിടെ എന്താ? ഇത് ഇനിഷ്യലൈസേഷൻ ആണ്. ദെൻ ഇവിടെ വരുമ്പോൾ നമ്മൾ കണ്ടീഷൻ കൊടുത്തു. അത് കഴിഞ്ഞ് എന്താ? s = s + a എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോഡി ഓഫ് ലൂപ്പ് കൊടുത്തു. ദെൻ അപ്ഡേഷൻ എന്താ? a = a+1 എന്ന് പറഞ്ഞ അപ്ഡേഷൻ കൊടുത്തു. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലൂപ്പ് വെച്ചിട്ട് നമ്മൾ എഴുതുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടു പ്രിന്റ് ദ ഫസ്റ്റ് 10 multiples ഓഫ് എ ഗിവൺ നമ്പർ. നമ്മളൊരു നമ്പർ കൊടുക്കും, അതിന്റെ ആദ്യത്തെ 10 multiples പ്രിന്റ് ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് കൊടുത്തു, അത് കഴിഞ്ഞ് ഇൻപുട്ട് n,
ദെൻ എ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് നമ്മൾ ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡിജിറ്റിൻ്റെ ആണ് മൾട്ടിപ്പിൾസ് ചെയ്യുന്നത് അത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. ഓക്കെ, m ഈക്വൽ ടു a ഇൻറ്റു n. ഓക്കെ, ദെൻ പ്രിന്റ് m, എന്നിട്ട് m പ്രിന്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് a ഇൻക്രിമെന്റ് ചെയ്യുക. അതായത് ഇപ്പം നമ്മൾ 5 ആണ് n ആയിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടണം? 5ന്റെ 10 വരെയുള്ള മൾട്ടിപ്പിൾസ് കിട്ടണം. അപ്പോൾ a ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു. ദെൻ m ഈക്വൽ ടു a ഇൻറ്റു 1, അതായത് m ഈക്വൽ ടു a എന്ന് പറയുന്നത് 1 ആണ്, n എന്ന് പറയുന്നത് 5. ഓക്കെ, അപ്പം എന്ത് കിട്ടും? ആൻസർ 5 കിട്ടും. അത് നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? എനെ ഇൻക്രിമെന്റ് ചെയ്യുന്നു, a പ്ലസ് 1. അപ്പം എന്തായി? a പ്ലസ് 1 എന്ന് പറയുമ്പോഴേക്കും a ഈക്വൽ ടു 1 പ്ലസ് 1 ഈക്വൽ ടു 2. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? റിപ്പീറ്റ് സ്റ്റെപ്സ് 4 to 6, അതായത് 4 മുതൽ 6 വരെയുള്ള സ്റ്റെപ്പ് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക. എപ്പോൾ? വൈൽ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. a എന്ന് പറയുന്നത്, അതായത് ഈ ഒരു വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആവുന്നത് വരെ എന്ത് ചെയ്യുക? ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പം എന്താണ്? ഇവിടെ ഇപ്പം നമുക്ക് 2 കിട്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എഗെയിൻ നമ്മൾ 4th സ്റ്റെപ്പിലേക്ക് പോവുക. അപ്പം m ഈക്വൽ ടു 2 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അത് നമ്മൾ പ്രിന്റ് ചെയ്തു. m എന്ന് പറയുമ്പം ഇതാണ് m, പ്രിന്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു? a പിന്നെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്തു. അപ്പോൾ 2 പ്ലസ് 1, അപ്പോൾ 3. ഓക്കെ, ദെൻ എഗെയിൻ m എടുക്കുമ്പോൾ എന്താണ്? 3 ഇൻറ്റു 5 15. ആ 15 നമ്മൾ പ്രിന്റ് ചെയ്തു. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അൽഗോരിതം എഴുതുന്നത്. ഇനി ഇതിന്റെ ഫ്ലോ ചാർട്ട് നോക്കിക്കേ. കണ്ടോ? സ്റ്റാർട്ട് കൊടുത്തു, n നമുക്ക് ഏതിൻ്റെ ആണോ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കേണ്ടത് ആ ഒരു നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്തു. a ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. m ഈക്വൽ ടു a ഇൻറ്റു n എന്ന് കൊടുത്തു. ദെൻ m പ്രിന്റ് ചെയ്തു. ദെൻ a ഈക്വൽ ടു a പ്ലസ് 1. പിന്നെയാണ് നമ്മൾ കണ്ടീഷൻ. ഓക്കെ, ഈസ് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ നേരെ മുകളിലേക്ക് പോവുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇത് റിപ്പീറ്റ് ചെയ്യുക. ദെൻ നോ ആണെങ്കിൽ സ്റ്റോപ്പ്. അപ്പം ഇത്രയും മനസ്സിലായില്ല? അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? കണ്ടീഷൻ നമ്മൾ ലാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ? കമ്പാരിസൺ ഓഫ് ലൂപ്സ്. നമ്മളിപ്പോൾ 2 ലൂപ്പ് കണ്ടു. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ലാസ്റ്റ് ആയിട്ടാണല്ലേ നമ്മൾ അവിടെ കണ്ടീഷൻ വരുന്നത്. അതിന് തൊട്ട് മുന്നത്തേതായിരുന്നു? സമ്മിൻ്റെ പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം കണ്ടീഷൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് എൻട്രി കൺട്രോൾഡ് ലൂപ്പും രണ്ടാമത്തേത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും. അതായത് നമ്മൾ ലൂപ്പിലേക്ക് കയറുന്നതിന് മുന്നേ കണ്ടീഷൻ കൊടുക്കുമ്പോൾ അത് എൻട്രി കൺട്രോൾഡും, ലൂപ്പ് കാണിക്കുന്നതിൻ്റെ ലാസ്റ്റാണ് നമ്മൾ ആ ഒരു കണ്ടീഷൻ കൊടുക്കുന്നതെങ്കിൽ അത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്നാണ്. ഓക്കെ, കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ബോഡിയുടെ എക്സിക്യൂഷന് മുന്നേ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതാണ് എവിടെ? എൻട്രി കൺട്രോൾ ലൂപ്പിൽ. ദെൻ എക്സിറ്റിൽ വരുമ്പോൾ എന്താണ്? കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഓക്കെ, ബോഡി മേ ബി നെവർ എക്സിക്യൂട്ടഡ്. എൻട്രി കൺട്രോളിൽ എന്താണ്? ബോഡി എക്സിക്യൂട്ട് ചെയ്യാതിരിക്കാം അല്ലേ? അതായത് കണ്ടീഷൻ നോ ആണെങ്കിൽ നമ്മൾ നേരെ സ്റ്റോപ്പിലേക്കല്ലേ പോവുക. ചിലപ്പോൾ ആ ഒരു ബോഡി എക്സിക്യൂട്ട് ചെയ്യില്ല. പക്ഷേ എക്സിറ്റ് കൺട്രോളിൽ എന്താണ്? എന്തായാലും ആ ഒരു ബോഡി എക്സിക്യൂട്ട് ചെയ്തിരിക്കും. ഓക്കെ, ഒരു തവണയെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കും. ദെൻ suitable when skipping of the body from being executed is required. Then exit വരുമ്പോഴേക്കും suitable when normal execution of the body is to be ensured. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിറ്റ് കൺട്രോളുണ്ട്, എൻട്രി കൺട്രോളുണ്ട്. അതിൻ്റെ രണ്ടിനും ഓരോ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച 2 അൽഗോരിതം. അപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ ലൂപ്പ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, അത് ചോദിക്കാം. ലൂപ്പിൻ്റെ കേസ് വരുന്നത് നമ്മൾ ആ ഒരു ഡിസിഷൻ വെച്ച് ചെയ്യുമ്പം. ഓക്കെ, ആ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലൂപ്പ് തന്നെ ഏതൊക്കെ 2 ടൈപ്പ് ഉണ്ട്? എൻട്രി കൺട്രോൾഡ് ലൂപ്പും ഉണ്ട്, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതെന്താണെന്നുള്ളത്